അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പ്രവാചകത്വത്തെ ബോധ്യപ്പെടുത്തുന്ന ചില അമുസ്ലിം സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങളും മറ്റുമൊക്കെയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്ത് ബോധ്യപ്പെടുത്തുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ മറ്റൊരു മനുഷ്യനെയും ചരിത്രത്തിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ പ്രവാചകൻ്റെ ജീവചരിത്രം രേഖപ്പെട്ടതുപോലെ മറ്റൊരു മനുഷ്യൻ്റെയും ജീവചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കണിക പോലും കണ്ടുപിടിക്കാത്ത ആ കാലഘട്ടത്തിൽ പോലും ഇത്രത്തോളം കൃത്യമായി ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എല്ലാ സീമകളും ലംഘിച്ച സമയത്ത് പോലും അത്രത്തോളം ജീവചരിത്രം കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാനാണല്ലോ മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം പോലും ഇത്രത്തോളം കൃത്യമായി ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ഗർഭധാരണം മുതൽ പ്രസവിക്കപ്പെട്ട സാഹചര്യവും കുട്ടിക്കാലത്തും യൗവനകാലത്തും വൈവാഹിക ജീവിതവും വാർദ്ധക്യകാലവും മരണവും അങ്ങനെ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാത്രമാണോ അവിടുത്തെ ശരീരപ്രകൃതി, സ്വഭാവം, പെരുമാറ്റം, നടത്തം, ഇരുത്തം, ഉറക്കം, ഭക്ഷണരീതി, വസ്ത്രധാരണം, അവിടുത്തെ സകല പ്രവൃത്തികളും അത് രഹസ്യമായതാണെങ്കിലും പരസ്യമായതാണെങ്കിലും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ തിരുനബിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരുടെ ജീവചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അവിടുത്തെ പിതാവ്, മാതാവ്, വലിയുപ്പ, പിതൃ സഹോദരന്മാർ, ഭാര്യമാർ, മക്കൾ, സന്തത സഹചാരികൾ, അങ്ങനെ അവിടുത്തോട് ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ ജീവചരിത്രവും ഇതുപോലെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നേതാവിനെ, അത്തരത്തിലുള്ള ഒരു മഹാനെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? എന്തിന് ആ പ്രവാചകനെ പിൽക്കാലത്ത് പൂർണ്ണമായും അനുധാവനം ചെയ്ത, പൂർണ്ണമായും അനുകരിച്ച എത്രയെത്ര മഹാന്മാരുടെ ജീവചരിത്രം ഇന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയെ അനുധാവനം ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് എത്ര മഹാന്മാരുടെ ജീവചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചരിത്ര പുരുഷനെ ഈ കാലത്തെന്നല്ല ഒരു കാലത്തും നമുക്ക് കാണാൻ കഴിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ പ്രവാചകത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല ആളുകളും പല രീതിയിലുള്ള കമൻറ്റുകളായിരുന്നു. എന്തൊക്കെ തെറികളായിരുന്നു. അവരോടൊക്കെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലാതെ ഇത് കേട്ട് തഴമ്പിച്ച ആളുകളോടല്ല. ഇതിനെക്കുറിച്ച് ഒരു ചുക്കുമറിയാതെ ഒന്നും അറിയാതെ പ്രവാചകനെ അന്ധമായി ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അത്തരക്കാർ നിങ്ങൾ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. ഇന്നിപ്പോൾ ഏതെങ്കിലും ഒരാൾ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അയാൾക്ക് പരിശുദ്ധ പ്രവാചകൻ്റെ കൂടെ ജീവിച്ചതുപോലെ, പരിശുദ്ധ പ്രവാചകൻ്റെ കൂടെ യാത്ര ചെയ്തതുപോലെയുള്ള അനുഭവങ്ങൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ആ രീതിയിൽ മുഹമ്മദ് നബിയെ മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയും. അത്രത്തോളം കൃത്യമാണ് മുഹമ്മദ് നബിയുടെ ചരിത്രങ്ങൾ. ഇതൊക്കെ ആരെങ്കിലും മെനഞ്ഞുണ്ടാക്കിയ സാങ്കല്പിക കഥാപാത്രങ്ങളാണോ? ഐതിഹ്യങ്ങളോ കെട്ടുകഥകളോ ആണോ? ചില ആളുകൾ മായാവി കഥകളൊക്കെ എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. ഒരിക്കലുമല്ല. ഇത് കേവലം മായാവി കഥകളോ സാങ്കല്പിക കഥാപാത്രങ്ങളോ ഒന്നുമല്ല. എല്ലാം ആധികാരികമായി തെളിയിക്കാൻ പറ്റുന്ന ചരിത്ര വസ്തുതകളാണ്. ചരിത്ര ഗവേഷണം നടത്തുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അത് പൂർണ്ണമായും ബോധ്യപ്പെടും. അയാൾക്ക് മുഹമ്മദ് നബിയെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എത്രത്തോളം എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ആ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ എന്തെങ്കിലും ഒരു വാക്ക്, അത് ഇന്നത്തെ മുസ്ലിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ, അത് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ, അത് റിപ്പോർട്ട് ചെയ്ത പരമ്പരയിലെ എല്ലാ ആളുകളും 100% വിശ്വസ്തരായിരിക്കണം. ആ പരമ്പരയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ കളവ് പറയുമെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതുണ്ടെങ്കിലോ, അതിനാണ് ലൈഫ് എന്ന് പറയുന്നത്. അത് മാറ്റിവെക്കും, അത് ജീവിതത്തിൽ പകർത്തൂല, അത് സ്വീകരിക്കൂല. അത്രയ്ക്കും 100% പേരും വളരെ വിശ്വസ്തരാണോ എങ്കിൽ മാത്രമേ ആ ചരിത്രം സ്വീകരിക്കുകയുള്ളൂ, അത് പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അതാണ് ഇസ്ലാം. ആ പരമ്പരയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ കളവ് പറയുന്ന ആളാണെങ്കിൽ ആ കാര്യങ്ങളാണ് മാറ്റിവെക്കുക ചെയ്യുക മുസ്ലിങ്ങൾ. അത് പിന്നെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയോ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. ആ രീതിയിൽ ലഭിച്ച ചരിത്രങ്ങളാണ് ഇന്ന് മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടുന്നും ഇവിടുന്നും കേട്ടെഴുതിയ ചരിത്രങ്ങളല്ല, ആരെങ്കിലും ഒരാൾ സങ്കല്പിച്ചുണ്ടാക്കിയ ചരിത്രങ്ങളല്ല അതൊന്നും. പ്രവാചകനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ തൻ്റെ ഗ്രന്ഥത്തിൽ ചേർക്കണമെങ്കിൽ അത് 100% വിശ്വാസയോഗ്യതയോടെ ലഭിച്ചതാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഓരോ പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ രേഖപ്പെടുത്തി വെക്കൂ. അവരുടെ ശിഷ്യന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കൂ. അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥമാണല്ലോ ബുഖാരി എന്നുള്ളത്.
ബുഖാരിയിലുള്ള ഒരു കാര്യവും ആരും തള്ളിക്കളയില്ല, എല്ലാം സ്വീകരിക്കപ്പെടുന്നതാണ്. അത്രക്കും വിശ്വാസയോഗ്യതയുള്ള കാര്യങ്ങളാണ് ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പൂർണ്ണമായും വിശ്വസനീയമല്ലാത്ത ചില കാര്യങ്ങളും ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾ എടുക്കുന്നില്ല, അത് മാറ്റിവെക്കും. അത്രത്തോളം ആധികാരികമാണ് ഇന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നതും പഠിപ്പിക്കുന്നതുമായ ചരിത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നവരും അതിനുവേണ്ടി ഗ്രന്ഥം രചിക്കുന്നവരുമൊക്കെ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ച് മാത്രമേ അത് നിർവഹിക്കൂ. ഇതിനു വേണ്ടി മാത്രം 10,000-കണക്കിന് മഹാന്മാരുടെ ജീവചരിത്രം പഠനവിധേയമാക്കിയിട്ടുണ്ട്. പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത പരമ്പരയിലെ മഹാന്മാർ എത്രത്തോളം വിശ്വാസയോഗ്യരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ മഹാന്മാരുടെ ജീവചരിത്രം മുഴുവൻ പഠനവിധേയമാക്കും. അത്തരത്തിൽ 10,000-കണക്കിന് മഹാന്മാരുടെ ജീവിതമാണ് പഠനവിധേയമാക്കിയിട്ടുള്ളത്. അങ്ങനെ ലഭിച്ചതാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന, ഇന്ന് നമ്മൾ പഠിക്കുന്ന ചരിത്രങ്ങളൊക്കെയും. മറ്റു മതങ്ങളിൽ കാണുന്ന പോലെ ഐതിഹ്യങ്ങളോ കെട്ടുകഥകളോ ഒന്നുമല്ല. നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഈ വിജ്ഞാന ശാഖകൾക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചവരായിരുന്നു മുൻകാലങ്ങളിലെ പല മഹാന്മാരും. അതിനുവേണ്ടി ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ പോലും മറന്ന ആളുകളുണ്ട്. എത്രത്തോളം ത്യാഗമാണ്, എത്രത്തോളം കഷ്ടപ്പാടാണ് ഈ വിഷയത്തിൽ അവർ സഹിച്ചതെന്ന് പറയണമെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ബുഖാരി, ആ ബുഖാരിയുടെ രചയിതാവായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിലാണ് ജനിച്ചത്. ഈ ബുഖാറയിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ 5000-ലധികം കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ ഈ ബുഖാറയിൽ നിന്ന് ഒരാൾ ഈജിപ്തിലേക്ക് യാത്ര ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈജിപ്തിലൊരു ഹദീസ് പണ്ഡിതനുണ്ട്, അയാളുടെ അടുത്തുനിന്ന് ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. 5000 കിലോമീറ്ററിലധികം മാസങ്ങളോളം സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഈജിപ്തിൽ ചെന്ന് ആ മഹാനെ കണ്ടുപിടിച്ച് ദിവസങ്ങളോളം അയാളുടെ അടുത്ത് താമസിച്ച് കുറച്ച് ഹദീസുകൾ പഠിച്ചിട്ട് അയാൾ തിരിച്ചു പോന്നു. അയാളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാട് സഹിച്ചതാണ്. കാരണം അന്ന് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്താണ് യാത്ര. മാസങ്ങളോളം സഞ്ചരിക്കണം, ഭക്ഷണം കിട്ടൂല, ഉറക്കമില്ല, വെള്ളം കിട്ടൂല. വളരെ ദുസ്സഹമായിട്ടുള്ളൊരു യാത്രയാണ്. ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്ന് പോലും ഉറപ്പില്ല. അതിനിടയിൽ രോഗം വന്ന് മരണപ്പെട്ടേക്കാം. അത്രയും ത്യാഗം സഹിച്ച് യാത്ര ചെയ്ത് ഹദീസുകൾ പഠിച്ച് തിരിച്ചു പോരുകയാണ് മഹാൻ. തിരിച്ചു വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയാൻ കഴിഞ്ഞത് ആ മഹാൻ തനിക്ക് പഠിപ്പിച്ച് തന്ന ഹദീസ് പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യമല്ല എന്നുള്ളത്. ആ മഹാന് പൂർണ്ണമായും വിശ്വാസയോഗ്യമായ പരമ്പരയിലൂടെ അല്ല ഹദീസ് ലഭിച്ചിട്ടുള്ളത് എന്ന് പിന്നീടാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പോൾ ഇയാളെന്ത് ചെയ്തു? ആ ഹദീസ് തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയോ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയില്ല, അതങ്ങോട്ട് മാറ്റിവെക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ മഹാന് യാത്ര ചെയ്ത് ഹദീസ് പഠിച്ച് തിരിച്ചു വന്നത്? എത്ര മാസങ്ങളെടുത്തു, എത്ര ത്യാഗം ചെയ്തു. എന്നിട്ട് പോലും അത് 100% വിശ്വാസയോഗ്യമല്ല എന്ന് മനസ്സിലായപ്പോൾ ആ ഹദീസ് മാറ്റിവെക്കുകയാണ്. തൻ്റെ കഷ്ടപ്പാടൊന്നൊരു വിഷയമല്ല. ആ ഹദീസ് ഒരിക്കലും മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ലൈഫായ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുത്ത കുറ്റമേൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റിവെക്കുകയാണ്. ഇത് കേവലം ഉദാഹരണമല്ല കേട്ടോ, ഇത് അന്നത്തെ സർവ്വസാധാരണയായിരുന്നു. മുൻകാല മഹാന്മാർ ഇത്തരത്തിൽ 1000-കണക്കിന് കിലോമീറ്റർ മാസങ്ങളോളം സഞ്ചരിച്ചിട്ടാണ് ഹദീസുകൾ ശേഖരിക്കുന്നത്, അറിവുകൾ ശേഖരിക്കുന്നത്, അത് അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ്. അത്തരത്തിലുള്ള 1000-കണക്കിന് മഹാന്മാരെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇന്നത്തെ പോലെ യൂട്യൂബ് അടിച്ചാലോ അതല്ലെങ്കിൽ ഗൂഗിൾ പരതിയാലോ ഒന്നും ഹദീസുകളോ ആയത്തുകളോ കിട്ടൂല. അത് ഇത്തരത്തിലുള്ള വലിയ മഹാന്മാരിൽ നിന്ന് പഠിച്ചെടുക്കുക തന്നെ വേണം. അതിനുവേണ്ടി ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് ത്യാഗം സഹിക്കണം. അത്തരത്തിൽ ത്യാഗം സഹിച്ച 1000-കണക്കിന് മഹാന്മാർ അവർ നമുക്ക് പകർന്നു നൽകിയതാണ് ഇന്ന് നമുക്ക് ലഭിച്ച വിജ്ഞാനങ്ങളൊക്കെയും. ഇന്നത്തെ പോലെ നല്ല ജോലി നേടുക അല്ലെങ്കിൽ നല്ല കച്ചവടം ചെയ്ത് കുടുംബം പോറ്റുക, തൻ്റെ ജീവിതം സമ്പുഷ്ടമാക്കുക, അതൊന്നും ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം. അവരുടെ ജീവിത ലക്ഷ്യം എന്നുള്ളത് അറിവ് സമ്പാദിക്കുക, അറിവ് പകർന്നു കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. അതിനുവേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം അവർ ആഹാരം കഴിക്കും, അതിനുവേണ്ടി എന്തെങ്കിലും ചെറിയ ജോലിക്ക് പോകും, അത്രേ അവർ ചെയ്യൂ. അതല്ലാതെ നമ്മളെപ്പോലെ ജോലിക്ക് വേണ്ടി മാത്രം ജീവിക്കുക, കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുക, അതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ്, ഇത്രയും ത്യാഗം സഹിച്ചിട്ടാണ് 1000-കണക്കിന് മഹാന്മാർ പരിശുദ്ധ പ്രവാചകൻ്റെ ജീവചരിത്രം നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. 100% വിശ്വാസയോഗ്യമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവരത് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ചരിത്രങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം. മഹാനായ ഷാഫി ഇമാം ഒരു അറബി സമൂഹത്തിലാണ് ജനിച്ചത്. ഫലസ്തീനിലെ ഗസയിൽ ഒരു അറബി സമൂഹത്തിലാണ് അദ്ദേഹം ജനിച്ചത്. എന്നിട്ടും 20 വർഷം അറബി പഠിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം മക്കയിൽ താമസിച്ചിട്ടുണ്ട്.
ഒരു അറബി സമൂഹത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ 20 വർഷം അറബി പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര അത്ഭുതമാണ്. നിങ്ങളിതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മലയാളി 20 വർഷം മലയാളം പഠിക്കാൻ വേണ്ടി ജീവിതം മാറ്റിവെക്കുമോ? അത്തരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അറബിയായ ഒരു മനുഷ്യൻ 20 വർഷം അറബി പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കുന്നത്? അത് പരിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായി മനസ്സിലാക്കാനും വരും തലമുറക്ക് പകർന്നു കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഗ്രന്ഥങ്ങൾ രചിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും പെർഫെക്റ്റായിട്ട് അറബി പഠിച്ചാലേ ഇതിനൊക്കെ സാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ജോലിക്ക് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടിയിട്ടല്ല അവർ ഇത്രയും വർഷം ഭാഷ പഠിക്കുന്നത്. ഇനി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് താൻ വർഷങ്ങളോളം പഠിച്ചെടുത്ത അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തത്. അദ്ദേഹത്തിന് ബാക്ക് ഭാഗത്ത് ഒരു കുരു ഉണ്ടായിരുന്നു. നിലത്ത് ചമ്രം പടഞ്ഞിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഇരുന്നാൽ ആ കുരു പൊട്ടി രക്തമൊലിക്കും, വസ്ത്രത്തിലും നിലത്തൊക്കെ ആവും. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ടൊക്കെ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ, തൻ്റെ ശിഷ്യന്മാർക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു തളികയിലായിരുന്നു അദ്ദേഹം ഇരുന്ന് പഠിപ്പിച്ചിരുന്നത്. തളികയിൽ ഇരിക്കുമ്പോൾ അഥവാ ആ കുരു പൊട്ടിയാലും രക്തം പള്ളിയിലാവില്ല, തൻ്റെ വസ്ത്രത്തിലും തളികയിലുമൊക്കെ ആയാലും പള്ളിയിലാവില്ല. ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ഒരു തളികയിലിരുന്ന് വളരെയധികം വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് അദ്ദേഹം തനിക്ക് ലഭിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തത്. അപ്പോൾ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് ഇവർ അറിവ് സമ്പാദിച്ചതെന്നും അത് പകർന്നു കൊടുക്കുന്നതെന്നും ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. അത്രയും കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് നമുക്ക് പകർന്നു നൽകിയതാണ്, നമുക്ക് എത്തിച്ചു തന്നതാണ് പരിശുദ്ധ പ്രവാചകൻ്റെ ജീവചരിത്രം. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് എക്സ് മുസ്ലിങ്ങളുടെയും ഇസ്ലാം വിരോധികളുടെയും പരിഹാസങ്ങൾ ഇന്നത്തെ പണ്ഡിതന്മാർ കണ്ടില്ല എന്ന് നടിക്കുന്നത്. കാരണം ഇന്നത്തെ പണ്ഡിതന്മാർക്കറിയാം, എക്സ് മുസ്ലിങ്ങളാണെങ്കിലും ഇസ്ലാം വിരോധികളാണെങ്കിലും അവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ല. എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ ഇന്നുള്ള ആളുകൾക്ക് ലഭിച്ചതെന്നതിനെക്കുറിച്ച് പോലും അവർക്കറിയില്ല. ഇതൊക്കെ എത്രത്തോളം ആധികാരികതമാണ് എന്ന് പോലും അവർക്കറിയില്ല. ഇതെല്ലാം അറിയുന്ന ഇന്നത്തെ പണ്ഡിതന്മാർ ആ പരിഹാസങ്ങളെയും ചോദ്യങ്ങളെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനൊന്നും വകവെക്കാതെ ഇന്നത്തെ പുതുതലമുറക്ക് അവർ അറിവ് പകർന്നു കൊടുക്കുന്നത്, അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്, താൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, താൻ പകർന്നു കൊടുക്കുന്ന അറിവുകൾ, ചരിത്രങ്ങൾ എത്രത്തോളം ആധികാരികമാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. എത്ര ത്യാഗം സഹിച്ചാണ് തങ്ങൾക്കത് ലഭിച്ചത് എന്ന് അറിവുള്ളത് കൊണ്ടാണ്. എക്സ് മുസ്ലിങ്ങളോ ഇസ്ലാം വിരോധികളെ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ പണ്ഡിതന്മാരെക്കുറിച്ചൊന്ന് പഠിക്കണം. അവരോട് ചോദിച്ചു നോക്കണം, ഞങ്ങൾ ഇത്രത്തോളം ഇസ്ലാമിനെ പരിഹസിച്ചിട്ടും ഇത്രത്തോളം നിങ്ങളെ ചോദ്യം ചെയ്തിട്ടും എന്താണ് നിങ്ങളൊന്നും ഞങ്ങളെ പരിഗണിക്കാത്തത്? എന്താണ് നിങ്ങളൊന്നും ഞങ്ങളെ പരിഹാസങ്ങളെ നിങ്ങൾ ഗൗനിക്കാത്തത്? ഞങ്ങളെ ചോദ്യത്തിന് നിങ്ങളൊന്നും മറുപടി നൽകാത്തത്? സോഷ്യൽ മീഡിയയിലുള്ള ചില ആളുകൾ മാത്രമാണല്ലോ അതിന് മറുപടി നൽകുന്നത്. ഞങ്ങൾ പരിഹസിക്കുമ്പോൾ, ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് വേദന തോന്നുന്നില്ലേ? നിങ്ങൾ ഇന്നത്തെ പണ്ഡിതന്മാരോടൊന്ന് ചോദിച്ചു നോക്കൂ. അവർ നിങ്ങളോട് മറുപടി പറയും, ഞങ്ങൾക്ക് അതിനൊന്നും ഇവിടെ നേരല്ല. ഞങ്ങൾക്ക് ലഭിച്ച അറിവ് പൂർണ്ണാർത്ഥത്തിൽ വിശ്വസനീയമാണ്, ആധികാരികമാണ്. വളരെ ത്യാഗം സഹിച്ച ഞങ്ങളുടെ മുൻഗാമികളായ മഹാന്മാരാണ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. നിങ്ങളുടെ പരിഹാസങ്ങൾ കേൾക്കാനോ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനോ ഒന്നും ഞങ്ങൾക്ക് നേരമില്ല. വരും തലമുറയ്ക്ക് ഈ അറിവ് പകർന്നു കൊടുക്കണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ എന്നാണ് അവർ മറുപടി പറയാം. എന്നെ കേൾക്കുന്ന എക്സ് മുസ്ലിങ്ങൾ ഇസ്ലാം വിരോധികളൊന്ന് ചോദിച്ചു നോക്കൂ അവരോട്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി പറയാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയും അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ചരിത്രത്തിൻ്റെ ആധികാരികത ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കെട്ടുകഥകളല്ല, സാങ്കല്പിക കഥകളല്ല, ഐതിഹ്യങ്ങളല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എങ്കിൽ മാത്രമേ ആ പ്രവാചകൻ്റെ നുബുവത്ത് നമുക്ക് ബോധ്യപ്പെടൂ. ആദ്യകാലത്ത് രഹസ്യ പ്രബോധനമായിരുന്നല്ലോ ചെയ്തിരുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും മക്കക്കാരുടെ അല്ലമീൻ തന്നെ ആയിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം പരസ്യമായിട്ട് പ്രബോധനം തുടങ്ങിയിട്ടില്ല. അതുവരെ മക്കക്കാർ എങ്ങനെയായിരുന്നോ പ്രവാചകനെ കണ്ടത്, അതുപോലെ തന്നെയായിരുന്നു രഹസ്യ പ്രബോധന കാലത്തും മക്കക്കാർ കണ്ടിരുന്നത്. എന്നാൽ പരസ്യ പ്രബോധനം തുടങ്ങിയ ശേഷമാണ് മുഹമ്മദ് നബി അവർക്കൊക്കെ ശത്രുക്കളായിട്ട് മാറിയത്. പരസ്യ പ്രബോധനം എന്നാണ് ആരംഭിച്ചത്, അന്നു മുതൽ മക്കക്കാരായ ആളുകൾ മുഴുവൻ പരിശുദ്ധ പ്രവാചകൻ്റെ ശത്രുക്കളായിട്ട് മാറി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വെറും പീഡനങ്ങളായിരുന്നു. അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ആശയം പ്രചരിപ്പിച്ച ഒറ്റ കാരണം കൊണ്ട് പീഡനങ്ങളുടെ പെരുമഴയായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആരൊക്കെയാണ് മുഹമ്മദ് നബിയെ സ്വീകരിക്കുന്നത്, പിൻപറ്റുന്നത്, അവർക്കൊക്കെയും പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. എത്ര പീഡിപ്പിച്ചിട്ടും എത്ര ക്രൂരമായി മർദ്ദിച്ചിട്ടും അതിൽ നിന്ന് ആരും പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ മോഹന വാഗ്ദാനങ്ങളായി. മുഹമ്മദ് നബിയെ കണ്ട് മക്കയിലെ പ്രമാണിമാരൊക്കെ പറഞ്ഞു, നിനക്ക് ഈ ആശയത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി എന്തും ചെയ്തു തരാം. അധികാരം വേണോ, അധികാരം തരാം. പണം വേണോ, പണം തരാം.
ഇഷ്ടമുള്ള പെണ്ണ് വേണോ? അത് തരാം. നീ ചോദിക്കുന്നത് എന്തും തരാം. നീ ആശയത്തിൽ നിന്നൊന്ന് പിന്മാറണം. കാരണം എത്ര മർദ്ദിച്ചിട്ടും എത്ര ക്രൂരമായി ആക്രമിച്ചിട്ടും മുഹമ്മദ് നബി അതിൽ നിന്ന് പിന്മാറുന്നില്ല. ഒരുപാട് ആളുകൾ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നു, അവരും പിന്മാറുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ മോഹന വാഗ്ദാനങ്ങൾ നൽകിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായിരുന്ന ഖദീജ ബിയുടെ സമ്പത്ത് മുഴുവൻ കിട്ടിയിട്ടും അതുകൊണ്ട് സുഖിച്ച് ജീവിക്കാതെ അത് മുഴുവൻ പാവങ്ങൾക്ക് ദാനം ചെയ്ത ആളാണ് പരിശുദ്ധ പ്രവാചകൻ. ആ പ്രവാചകനോടാണ് ഇവർ പറയുന്നത് എത്ര പണം വേണമെങ്കിലും തരാമെന്നുള്ളത്, ഏത് പെണ്ണിന് വേണമെങ്കിലും തരാമെന്നുള്ളത്. അതൊന്നും സ്വീകരിച്ചില്ല. തൻ്റെ ദൗത്യവുമായി മുന്നോട്ട് പോയി. അവസാനം നിവൃത്തിയില്ലാതെ അവരെന്ത് ചെയ്തു എന്നറിയോ? മുഹമ്മദ് നബിയും കുടുംബത്തിനും നേരെ ഉപരോധം ഏർപ്പെടുത്തി. അവർ താമസിക്കുന്ന ഷേബ് അബൂ തോലിബ് എന്ന തെരുവിൽ അവിടെ നിന്ന് അവർക്ക് പുറത്തു പോകാനും കഴിയില്ല, മറ്റൊരാൾക്ക് പുറത്തു നിന്നും അകത്തോട്ട് വരാനും കഴിയില്ല. ആ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തി. മക്കക്കാരായ ആളുകളോടൊക്കെ അവർ പറഞ്ഞു, ഒരാൾ പോലും അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കരുത്, വെള്ളം കൊടുക്കരുത്. അങ്ങനെ 3 വർഷം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വളരെയധികം കഷ്ടപ്പാട് സഹിച്ചുള്ള ജീവിതമായിരുന്നു മുഹമ്മദ് നബിയുടെ കുടുംബത്തിൻ്റെത്. പട്ടിണി കൊണ്ട് എല്ലും തോലുമായി. കുട്ടികൾക്ക് ഉമ്മമാരുടെ മാറത്തുനിന്ന് പാൽ ലഭിക്കാതെ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ആ വർഷമാണ് പട്ടിണി മൂലം രോഗം ബാധിച്ച് മുഹമ്മദ് നബിക്ക് സംരക്ഷണം നൽകിയ മുത്താപ്പ അബൂ തോലിബ് മരണപ്പെട്ടത്. അതേ വർഷം തന്നെയാണ് അവിടത്തേക്ക് വലിയ ആശ്വാസമായിരുന്ന ഖദീജ ബീവി പട്ടിണി മൂലം രോഗം ബാധിച്ച് മരണപ്പെട്ടത്. ഖദീജ ബീവി മുഹമ്മദ് നബിക്ക് ഒരു ഭാര്യ മാത്രമായിരുന്നില്ല, ഒരു ഉമ്മയും കൂടെയായിരുന്നു. ഈ 2 പേരും വിട പറഞ്ഞു പോയപ്പോഴും തൻ്റെ ആശയം മാറ്റിവെക്കാൻ പ്രവാചകൻ തയ്യാറായിട്ടില്ല. കൊടിയ പട്ടിണി മൂലം ഒന്നും കഴിക്കാൻ പറ്റാതെ പച്ചില മാത്രം തിന്നായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അങ്ങനെ പച്ചില മാത്രം തിന്ന് ജീവിച്ചത് കൊണ്ട് അവരുടെ കാഷ്ടവും വിസർജനവും ഒക്കെ ആടിൻ്റേത് പോലെയായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം കഷ്ടതയിലായിരിക്കും ആ 3 വർഷം അവർ ജീവിച്ചിട്ടുണ്ടാവുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ മുസ്ലിങ്ങളും ഇസ്ലാം വിരോധികളൊക്കെ പറയുന്ന പോലെ ആണെങ്കിൽ, പ്രവാചകനായി സ്വയം അവരോധിച്ച് വന്നതാണെങ്കിൽ ഈ കഷ്ടപ്പാടിന് വേണ്ടിയിട്ടാണോ അങ്ങനെ വന്നത്? ഇത്രയും കഷ്ടപ്പാട് സഹിക്കാൻ വേണ്ടിയിട്ടാണോ? ഇത്രയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അങ്ങനെ പ്രവാചകനായിട്ട് സ്വയം അവകാശപ്പെട്ടത്? അങ്ങനെ ഒരു ദിവസം ഒരാൾ പെട്ടെന്ന് പ്രവാചകനായി അവകാശപ്പെട്ട് വരികയാണെങ്കിൽ, ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കോപ്പിയടിച്ചൊരു ഗ്രന്ഥമുണ്ടാക്കി വരികയാണെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ സ്വാധീനത്തിന് വേണ്ടിയിട്ടല്ലേ, കൂടുതൽ ജനസമ്മതി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുക? അല്ലെങ്കിൽ അധികാരമോ സമ്പത്തോ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുക? ഇത്രയും പീഡനങ്ങൾ സഹിക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും കഷ്ടപ്പാടുകൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രവാചകനായിട്ട് അവകാശപ്പെട്ടു വരുമോ? അങ്ങനെ സ്വയം അവകാശപ്പെട്ടു വന്നതായിരുന്നുവെങ്കിൽ അവർ നൽകിയ മോഹന വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് സുഖമായി ജീവിക്കുമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുമെന്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം പ്രവാചകനായി അവരോധിച്ച് വന്നതല്ല എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. അങ്ങനെ ഒരാൾ സ്വയം പ്രവാചകനായി അവരോധിക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടത്തിനായിരിക്കുമല്ലോ, അല്ലാതെ സ്വന്തം ജീവിതം കളഞ്ഞു കുളിക്കാൻ ഏതായാലും ആരും അങ്ങനെ വരില്ല. എന്നാൽ എന്തെങ്കിലും ഭൗതിക നേട്ടം പ്രവാചകൻ സ്വീകരിച്ചോ? ഇല്ല. മുഹമ്മദ് നബിക്ക് മാത്രമല്ലല്ലോ ഇത്ര പീഡനം സഹിച്ചിട്ടുള്ളത്. കൂടെ വന്ന എത്ര ആളുകളാണ് വളരെയധികം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. ചില ആളുകളെ കൊലപ്പെടുത്തിയിട്ട് പോലുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പ്രവാചകനെ ഒന്ന് തള്ളിപ്പറയണം, ഇസ്ലാമിനെ ഒന്ന് തള്ളിപ്പറയണം. അതിനു വേണ്ടിയിട്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ട് പോലും അവരൊന്നും അതിന് തയ്യാറായില്ല. ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിട്ട് പോലും അവരൊന്നും അതിന് തയ്യാറായില്ല. അതിൽ നിന്നും ഒന്ന് പിന്മാറിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായ ജീവിതം ലഭിക്കുന്നു, സമ്പത്ത് ലഭിക്കുന്നു. അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ കഷ്ടപ്പാടിൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ വ്യാജമായ ഉണ്ടാക്കിയെടുത്ത ഒരു മതത്തിന് വേണ്ടി, ഒരു ഗ്രന്ഥത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വയം അവകാശപ്പെട്ട് വരുന്ന ഒരു പ്രവാചകന് വേണ്ടി ആരെങ്കിലും ചെയ്യുമോ? നിങ്ങൾ ചരിത്രങ്ങളൊന്ന് പോയി പഠിക്കൂ, കൃത്യമായിട്ട് പഠിക്കൂ, സത്യസന്ധമായിട്ട് പഠിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇതൊരു വ്യാജമതമല്ല, ഇത് കോപ്പിയടിച്ചുണ്ടാക്കിയ ഖുർആനല്ല, ഇത് സ്വയം അവകാശപ്പെട്ട് വന്ന ഒരു പ്രവാചകനല്ല എന്ന് ബോധ്യപ്പെടും നിങ്ങൾക്ക്. ഇവരൊക്കെ പറയുന്നത് പോലെ മുഹമ്മദ് നബി ഒരു സ്ത്രീലമ്പടനായിരുന്നെങ്കിൽ ഈ മതം ഒന്ന് ഉപേക്ഷിച്ചാൽ മാത്രം മതി, ഇഷ്ടം പോലെ സ്ത്രീകളെ കിട്ടുമായിരുന്നു. താൻ പ്രചരിപ്പിക്കുന്ന മതം ഒന്ന് ഉപേക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ അതും വേണ്ട, കുറച്ചു കാലം അത് പ്രചരിപ്പിക്കാതെ ഒന്ന് മാറി നിന്നാൽ മാത്രം മതി, അവരെന്തും ചെയ്യാൻ റെഡിയായിരുന്നു. എത്ര സ്ത്രീകളെ പോലും കിട്ടുമായിരുന്നു. പക്ഷേ എന്നിട്ടും അതിന് തയ്യാറായില്ല. അത്തരത്തിലുള്ള ഒരു മഹാനെക്കുറിച്ചാണ് ഇവർ സ്ത്രീലമ്പടൻ എന്ന് പറയുന്നത്. ചരിത്ര വസ്തുതകൾ അറിയാത്തത് കൊണ്ടാണ്, ഒരു ചുക്കും അറിയില്ല. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ബുഖാരിയിൽ പറഞ്ഞ ഒരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മക്കയിലെ ഏറ്റവും വലിയ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നല്ലോ അബൂ സുഫിയാൻ. അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക്, ഇന്നത്തെ സിറിയയിലേക്ക് കച്ചവടത്തിന് പോയി. അന്ന് അവിടെ ഭരിച്ചിരുന്ന ഹിറക്കൽ രാജാവ് ഈ അബൂ സുഫിയാനും സംഘത്തെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ മക്കയിൽ ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ടാണ് മക്കക്കാരായ ഇവരെ വിളിക്കുന്നത്.
അങ്ങനെ അബൂ സുഫിയാനോട് ചോദിച്ചു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു കാരണവശാലും കളവ് പറയരുത്, സത്യസന്ധമായിട്ട് പറയണം. നിങ്ങളവിടെ മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും പല രീതിയിലുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു, അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ശരിയാണ്, ഞങ്ങളെ കൂടെ ജീവിച്ച ബനു ഹാഷിം കുടുംബത്തിലെ ഒരു മുഹമ്മദ് എന്നൊരാൾ പ്രവാചകനാണ് എന്ന് അവകാശപ്പെട്ട് വരുന്നുണ്ട്. ഞങ്ങളെ ദൈവങ്ങളൊക്കെ അദ്ദേഹം തള്ളിപ്പറയുന്നുണ്ട്. കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. എന്നാൽ മക്കയിലെ പ്രമാണിമാരായ ഞങ്ങളൊന്നും അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടില്ല, ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ശക്തമായിട്ട് എതിർക്കുകയാണ് എന്ന് അബൂ സുഫിയാൻ ഹിറക്കൽ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ഹിറക്കൽ രാജാവ് ചോദിച്ചു, ഈ മുഹമ്മദ് ഇതുവരെ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? കളവ് പറയാറുണ്ടോ? ജനങ്ങളെ വഞ്ചിക്കുമോ പറ്റിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ ഉള്ള സത്യം പറഞ്ഞു, ഇല്ല, പ്രവാചകത്വം അവകാശപ്പെടുന്നത് വരെ മുഹമ്മദ് ഒരു വഞ്ചനയും കാണിച്ചിട്ടില്ല. മക്കക്കാർ മുഴുവൻ അദ്ദേഹത്തെ അല്ലമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അത്രയ്ക്കും വിശ്വാസമായിരുന്നു മുഹമ്മദിനെ മക്കക്കാർക്ക് എല്ലാവരും. ഞങ്ങൾ മക്കക്കാർ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ കച്ചവടത്തിന് പോകുമ്പോൾ ഞങ്ങളെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് മുഹമ്മദിനായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ലഭിക്കും, ഒന്നും ആർക്കും നഷ്ടപ്പെടാറില്ല. അത്രയ്ക്കും വിശ്വസ്തനായിരുന്നു മുഹമ്മദ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ അല്ലമീൻ എന്ന് വിളിച്ചിരുന്നത്. കളവെന്ന് തോന്നിക്കുന്ന ഒരു കാര്യം പോലും അയാൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും അബൂ സുഫിയാൻ പറഞ്ഞത്. കാരണം ഒരുപാട് ആളുകൾ കേട്ട് നിൽക്കുകയാണല്ലത്. ഞാൻ എന്തെങ്കിലും കളവ് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ അത് ഹിറക്കൽ രാജാവിന് എത്തിച്ചു കൊടുത്താൽ പിന്നെ തനിക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല, ഇവിടെ തുറങ്കിലടക്കപ്പെടും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുമെന്ന് നല്ലോണം ബോധ്യമുണ്ടായിരുന്നു അബൂ സുഫിയാൻ. അതുകൊണ്ട് തന്നെ ഉള്ള സത്യം ഹിറക്കൽ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ഹിറക്കൽ രാജാവ് ചോദിച്ചു, ഇതുവരെ കുട്ടിക്കാലത്തും യൗവനകാലത്തും ഒന്നും സ്വന്തം കാര്യത്തിന് വേണ്ടി കളവ് പറയാത്ത ഒരാൾ ഈ വാർദ്ധക്യകാലത്ത് പെട്ടെന്ന് വന്നുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി കളവ് പറയുന്നു, അള്ളാഹ്ക്ക് വേണ്ടി കളവ് പറയുന്നു എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ കാര്യത്തിന് വേണ്ടി കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് കളവ് പറയാമല്ലോ, യൗവനകാലത്ത് കളവ് പറയാമല്ലോ. നിങ്ങൾ സൂക്ഷിക്കാൻ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങളെ തിരിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ കളവ് പറയാൻ വേണ്ടിയിട്ട് ഇതുവരെ സത്യസന്ധനായിട്ട് അഭിനയിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ ഉത്തരം മുട്ടിപ്പോയി, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം തിരിച്ചു പോയി. പിന്നീട് ഈ അബൂ സുഫിയാനും ഹിറക്കൽ രാജാവും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അവർ മുസ്ലിമായിട്ടുണ്ട്. ഈ ചരിത്രം ബുഖാരിയിൽ പറഞ്ഞതാണ്. ബുഖാരിയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, 100% സത്യസന്ധമായി വിശ്വാസയോഗ്യതയുടെ നമുക്ക് ലഭിച്ച ഒരു ഗ്രന്ഥമാണ് ബുഖാരി എന്നുള്ളത്. ആ ബുഖാരിയിൽ പറഞ്ഞ ചരിത്രമാണ്, അല്ലാതെ കെട്ടുകഥകളല്ല. കൊടിയ ശത്രുവായ അബൂ സുഫിയാനാണ് ഈ പറഞ്ഞത്. ഇതുവരെ ഒരു കളവും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇതുവരെ ഞങ്ങൾ ആരെയും അദ്ദേഹം വഞ്ചിച്ചിട്ടില്ല എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, മുഹമ്മദ് നബി രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു. പിന്നീട് മുഹമ്മദ് നബിയുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് എല്ലാ ദിവസവും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും. കുറച്ച് സമയം മാത്രമേ ഉറങ്ങുള്ളൂ, ബാക്കിയുള്ള സമയം മുഴുവൻ നിന്ന് നിസ്കരിക്കും. അങ്ങനെ നിന്ന് നിസ്കരിച്ച് കാലിൽ മുഴുവൻ നീര് കെട്ടുമ്പോൾ ഇത് കാണുമ്പോൾ ആയിഷ ബീവി ചോദിക്കും, എന്തിനാണ് അങ്ങ് ഇത്രയും പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്നത്? ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ മഹാനല്ലേ അങ്ങ്, അള്ളാഹിൻ്റെ ഇഷ്ടദാസനല്ലേ അങ്ങ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? അങ്ങ് സ്വർഗത്തിലല്ലേ, അങ്ങ് സ്വർഗത്തിൻ്റെ നേതാവല്ലേ, പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അള്ളാഹ്ക്ക് നന്ദിയുള്ള ആളാവേണ്ടേ എന്നായിരുന്നു മറുപടി. ആരും കാണാത്ത സമയത്താണ്, ആരും കാണാത്ത സ്ഥലത്താണ് സ്വയം പ്രവാചകനായി അവകാശപ്പെട്ട വന്ന ആളാണെങ്കിൽ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് കാലിൽ നീര് വന്ന് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പോലും പാതിരാത്രി നിന്ന് നിസ്കരിക്കുന്നത്? അതും ആരും കാണാത്ത നേരത്ത്, ആരും കാണാത്ത സ്ഥലത്ത് വെച്ചിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം പ്രവാചകനായി അവകാശപ്പെട്ട ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്യുമോ? സ്വയം പ്രവാചകനായി അവരോധിച്ച് വന്ന ആളാണെങ്കിൽ ആളുകൾ കാണിക സൽക്കർമ്മങ്ങൾ ചെയ്യും, സ്വാഭാവികമാണ്. ആളുകൾ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്യും. ഇത് ആരും കാണാതെ സ്വന്തം ഭാര്യ അപ്പുറത്ത് കിടന്നിറങ്ങുന്ന സമയത്ത് ഇവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. നിൽക്കാൻ പോലും കഴിയാതെ കാലിൽ നീര് കെട്ടുന്ന അവസ്ഥയിൽ പോലും. ആ മനുഷ്യനെക്കുറിച്ചാണ് ഇവർ പറയുന്നത് മുഹമ്മദ് നബി എന്നുള്ളത് പ്രവാചകത്വം അവകാശപ്പെട്ട ആളാണ്, ബൈബിൾ കോപ്പിയടിച്ചുണ്ടാക്കിയതാണ് ഖുർആൻ എന്നൊക്കെ. ആയിഷ ബീവി ഇതൊക്കെ പറഞ്ഞത് പരിശുദ്ധ പ്രവാചകൻ്റെ കാലശേഷമാണ്, ജീവിതകാലത്തല്ല പറഞ്ഞത്, അവിടുത്തെ വഫാത്തിന് ശേഷമാണ്. ഇനി ഭാര്യ മറ്റുള്ളവരോട് ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ ജീവിതകാലത്ത് തന്നെ പറയാമായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓരോ സഹാബാക്കൾ അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ച ആളുകൾ ആയിഷ ബീവിയെ കണ്ട് പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താണ്? മുഹമ്മദ് നബി എന്നുള്ളത്, പരിശുദ്ധ പ്രവാചകൻ എന്നുള്ളത് യഥാർത്ഥ ദൈവദൂതനാണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത ആളല്ല. പ്രവാചകത്വം സ്വയം അവകാശപ്പെട്ട് രംഗപ്രവേശം ചെയ്ത ആളല്ല. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ മറ്റൊരവസരത്തിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.